നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ സാറാണ്. നമുക്ക് ഇതേപോലൊരു മോഡൽ എക്സാം +2 മാത്സ് എനിക്ക് തോന്നുന്നു അടുത്തിടെയൊന്നും ഇറങ്ങിയിട്ടില്ല. കുട്ടികളെല്ലാം നന്നായിട്ട് തകർത്തു എന്നാണ് തോന്നുന്നത് കേട്ടോ. അതേപോലത്തെ ക്വസ്റ്റ്യൻസുകളായിരുന്നു ഇങ്ങനത്തെ. ഇനി നമുക്ക് ഒരു പബ്ലിക് എക്സാമിന് പോലും ഇത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം. അതേപോലത്തെ ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം നന്നേ കുറവാണ് അല്ലേ? നിങ്ങൾ നോക്കി കാണും. നിങ്ങളെല്ലാം നോക്കിയപ്പോൾ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ അതേപടി ചോദിച്ചേക്കുന്നു, ചെയ്തതൊക്കെ തന്നെയാണ്. പിന്നെ മറന്നുപോയതിന്റെയും പരിചയക്കുറവിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ടഫാന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആരും കംപ്ലൈന്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് എഴുതി കാണും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. പബ്ലിക് എക്സാമിനും ഇങ്ങനെ ആവാൻ അങ്ങ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ അല്ലേ? ഇതിൽ കൂടുതലൊന്നും ഈസി നമ്മൾ പ്രതീക്ഷിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ചാപ്റ്റേഴ്സ്, വെയിറ്റേജും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉടൻ തന്നെ വരും. പിന്നെ ഇതിന്റെ ഞാനിപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസുകളുടെ ഡിസ്കഷൻ പിന്നെ വരും. ഇനി നമുക്ക് ഇതിനകത്ത് അറിയാൻ വയ്യാത്തൊക്കെ ഒന്ന് പറയുക, അത്രേ മാത്രമേ ഉള്ളൂ. ചാപ്റ്റേഴ്സ്, വെയിറ്റേജ് ഇതിനെ ബേസ് ചെയ്തുള്ളത് വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ രണ്ട് പാർട്ടും ഒക്കെ വളരെ ഈസി ആയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, അതിനകത്ത് പ്രൂവ് ദാറ്റ് 2 sin base x sin base 2x into √1 - x². ഇൻവേഴ്സിനുള്ളിൽ പുട്ട് x = sin θ എന്നോ cos θ എന്നൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റനും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 7 എലമെന്റ്സുകളുള്ള ഒരു മെട്രിക്സിന് എത്ര ഓർഡർ ഒക്കെ എല്ലാവർക്കും 7/1 ഒക്കെ അറിയാം. അതിന്റെ രണ്ടാമത്തെ പാട്ട് കണ്ടോ, i+j² 2. എന്തൊരു സന്തോഷം ഇല്ലയോ? ചുമ്മാ ഇരുന്നങ്ങോട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 2x ആണ്. 2x log 2 ആണ്. അടുത്തത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. എല്ലാവരും അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മാക്സിമം മിനിമം, അതും നമുക്ക് ഒരു കുഴപ്പമില്ല. അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ആണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം അതായിരിക്കും നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. 0 to π/2. ആൻസർ അവിടെ π/4 ആണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ a+b എന്ന് കണ്ടുപിടിക്കുക. എന്ത് രസം ഇല്ലേ? പ്രൊജക്ഷൻ ഓഫ് a on b, a.b (mod b). ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് എന്താണ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും കുഴപ്പമില്ല, വളരെ ഈസി. നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബേസ് ചെയ്തുള്ളതാണ്. ഞാൻ നോക്കിയിട്ട് എന്ത് രസം ഇല്ലേ? ചുമ്മാ ഇരുന്ന് പിന്നെ ഇതൊന്നും നോക്കത്തില്ല, ടീച്ചേഴ്സ് നോക്കില്ല എന്നുള്ള ചിലപ്പോൾ കാരണം സാധ്യത കുറവാണ്. നോക്കി വാല്യൂ ചെയ്ത്, അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ എല്ലാം ഒന്നും എഴുതി കാണത്തില്ല, അറിയാവുന്നതാണേലും ചെയ്യാതെ പോയിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇൻജക്റ്റീവ് 1 ആണ്. അതിന്റെ കൂടെ a×b, അവിടെ നമുക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി കാണും. ഓടയുടെ പേരിന്റെ പോലത്തെ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് എന്താണ്, എക്സ്പ്രസ്. സന്തോഷം. പത്താമത്തെ ക്വസ്റ്റന് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. അതാരും ചെയ്യാതെ അല്ലേ? അതുമൊക്കെ എല്ലാവരും റിവിഷൻ നടത്തിയപ്പോൾ ആദ്യം പഠിക്കുന്ന ക്വസ്റ്റൻ ആണ്. 11ാമത്തെ ക്വസ്റ്റൻ എന്താണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, log x. അതിന്റെ കൂടെ ഉള്ളതും കുഴപ്പമില്ല. 12ാമത്തെ ക്വസ്റ്റന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന എലിപ്സിന്റെ ക്വസ്റ്റൻ. അതിന്റെ കൂടെ തന്നെ ഡെഡ്യൂസ് എന്നുള്ള സർക്കിൾ ഉണ്ട് കേട്ടോ. അവിടെ നോക്കണം, ആ എലിപ്സിന്റെ x² ഡിനോമിനേറ്റർ 25 അല്ലയോ? സർക്കിളിന്റെ ഇക്വേഷന്റെ ഈക്വൽ എത്ര? 25. അതാണ് ഡെഡ്യൂസ് ആകാൻ കാരണം. അതിനെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നു മിക്കവരും വിട്ട് കാണാൻ സാധ്യതയുണ്ട്. 14ാമത് ഒരിക്കലും ആരും ചെയ്യാതിരുന്ന് കാണത്തില്ല, എല്ലാവരും പഠിച്ച ക്വസ്റ്റൻ ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. പിന്നെ 15 ബേസ് തിയറം ആണ്. 16 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ. അതേപോലെ 16ാമത്തെ രണ്ടാമത്തെ പാർട്ടും എന്തൊരു എളുപ്പം അല്ലേ? d/dx 1 + y² / 1 + x². അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? വേരിയബിൾ സെപ്പറബിളായി, ഇന്റഗ്രേറ്റ് ചെയ്തു, ടാൻ ബേസിലോട്ട് മാറി. എന്തൊരു സന്തോഷം അല്ലേ? 17ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. അതും ഓക്കെയാണ്. 18ാമത്തേനുള്ളിൽ ഒന്നാമത്തെ മിക്കവാറും കുട്ടികളെ ചെയ്ത് കാണാൻ സാധ്യതയില്ല, കുറവായിരിക്കും ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ തകർത്ത് കാണും. രണ്ടാമത്തെ നമ്മുടെ പാരാമെട്രിക് ആണ്, മൂന്നാമത്തെ ലോഗരിതമിക് ആണ്. ഓക്കെ, 19ാമത്തേനുള്ളിൽ ഒന്നാമത്തെ പാർട്ട് മിക്കവാറും കുട്ടികൾ ചിലരൊക്കെ തെറ്റിച്ച് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒന്നുകിൽ 4നെ കോമൺ ഒക്കെ പുറത്തെടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, x/2 ആക്കി ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഓപ്പൺ ചെയ്താൽ 1/4 ആയിരിക്കും ചെയ്യാം. അടുത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഓർ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചുകൊണ്ട് ചെയ്യാം. 20ാമത്തെ ആരാ ചെയ്യാതെ ഇല്ലയോ? ടെക്സ്റ്റ് ബുക്കിലെ അതേപടി. അപ്പൊ ഇനി നിങ്ങൾ തന്നെ പറയാം, ഇതിൻ്റെ ഏതുണ്ട് നമുക്കൊന്ന് ബുദ്ധിമുട്ടെന്ന് പറയാൻ ഒത്തിരി. എന്തായാലും ഒരു ഫുൾ മാർക്ക് വാങ്ങാൻ വളരെ ഈസിയാണ്. A+ ഒക്കെ ഭയങ്കര ഈസി. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലത്തെ എക്സാം ഇനിയും വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പബ്ലിക് എക്സാമിന് ഇങ്ങനെ വന്നാൽ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള മാർക്ക് കിട്ടും. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇത്ര ഈസിയായ സ്ഥിതിക്ക് ഇത്ര ഇങ്ങനെ ഈസി ആവും പബ്ലിക് എക്സാം എന്ന് വിചാരിക്കാതെ ഇത്തിരിയൊക്കെ ഒന്ന് കൂടുതൽ പഠിച്ചേക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.